നമുക്ക് ഒത്തിരി അറിവുള്ള ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ഫാസ്റ്റിംഗ്. എന്നോട് ദൈവം പറഞ്ഞു, യു ആർ നോട്ട് ഫാസ്റ്റിംഗ് ടു ഗെറ്റ് എനിത്തിങ്, സിംപ്ലി സിറ്റിംഗ് വിത്ത് മീ. അപ്പം എൻ്റെ ചോദ്യം, ദൈവം എന്തിനാ അങ്ങനെ ഞാൻ എല്ലാം നിർത്തിയിട്ട് ചെയ്യേണ്ടത്? എന്നോട് പറഞ്ഞു, ബിക്കോസ് യു ആർ ലിവിങ് ഇൻ എ വേൾഡ്, ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഈ ഡിസ്ട്രാക്ഷൻസ് കാരണം യു ആർ നോട്ട് ഏബിൾ ടു ഹിയർ മൈ വോയിസ്. സോ എന്നോട് ദൈവം പറഞ്ഞ കാര്യമാണ്, യു ആർ സിറ്റിംഗ് വിത്ത് മീ, കട്ടിംഗ് ഔട്ട് ഡിസ്ട്രാക്ഷൻസ് സോ യു ക്യാൻ ബി മോർ സെൻസിറ്റീവ് ടു മൈ വോയിസ്. ഇപ്പോൾ ഈ മുറിക്കകത്ത് 10 പേര് സംസാരിക്കുവാണെങ്കിൽ ഗോഡ് ഇസ് ഓൾസോ സ്പീക്കിംഗ്, പക്ഷേ ഇവരുടെ വോയിസ് ലൗഡ് ആണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വോയിസ് കേൾക്കാൻ പറ്റത്തില്ല. സോ എന്നോട് പറഞ്ഞു, ഫാസ്റ്റിംഗ് ഇസ് യുവർ വേ ഓഫ് ക്ലോസിംഗ് എവറി അതർ വോയിസ്, സിറ്റിംഗ് ആൻഡ് ട്രെയിനിങ് യുവർ സെൽഫ് ടു ഹിയർ മീ മോർ ക്ലിയർലി. സോ ഇൻ എ ബിസി വേൾഡ്, നമ്മൾ വെളിയിലാണെങ്കിലും യു ക്യാൻ ഹിയർ മൈ വോയിസ്. എൻ്റെ ബോഡി വീക്കാണ്, എൻ്റെ ബോഡി വാണ്ട്സ്, അതിന് ഒത്തിരി ക്രേവിങ്സ് ഉണ്ട്. ഇഫ് യു ഗിവ് യുവർ ബോഡി അതിന് വേണ്ടതെല്ലാം കൊടുത്താൽ, body becomes so strong that the power of the spirit cannot flow through your body. Amen. So fasting for me is telling my body, spirit is in charge. Body, you are not the main. Food alla main, feelings alla main, idonnu alla main. Your spirit is deciding your life. ഞാൻ ഗിറ്റാർ വെച്ച് വേർഷിപ്പ് ചെയ്യാൻ പോവാ. എന്നോട് ദൈവത്ത് പറഞ്ഞു, ഗിറ്റാർ തൊടാൻ പാടില്ല. ഞാൻ ഗിറ്റാർ തൊട്ടില്ല, ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നു? നീ ഗിറ്റാർ വെച്ച് നേരെ നിൽക്കാൻ അറിയാം, ഗിറ്റാറല്ല കൈ മയക്കാതെ എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയും വർഷം ഞാൻ ലീഡ് ചെയ്ത് ഒരു ഇൻസ്ട്രുമെൻ്റ് പുറകിലാണ്. I want you to jump, തുള്ളിച്ചാടി, I want you to worship. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് വണ്ണമുണ്ട്, അന്ന് എനിക്ക് 106 കിലോ ഉണ്ട്. ദൈവം എനിക്ക് വണ്ണമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും, അയ്യോ എൻ്റെ വയറ് കാണും, എൻ്റെ ഇത് കാണും. ഞാൻ എല്ലാ എക്സ്ക്യൂസ് പറയാം. ഞാൻ അവിടെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, എല്ലാ എക്സ്ക്യൂസ് പറയാം. ദൈവം ഉണ്ടായിരിക്കുക, ദൈവം പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നും പാസ്റ്റർ ജോഷുവ ആൻഡ്രൂസ് അവറുകൾ നമ്മോടുകൂടെ ഉണ്ട്. ഞങ്ങൾ വീണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാൻ പോകുന്നു. 2 തലമുറകളെ പ്രതിദാനം ചെയ്യുന്ന 2 പേർക്ക് ഒരുമിച്ച് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നത് തന്നെ അത് തന്നെ ഒരു വലിയ ശുശ്രൂഷയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:17 കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരാമർശിച്ചതുപോലെ തലമുറകൾ, വ്യത്യസ്ത തലമുറകൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നു. അതിന് ഇത്തരത്തിലൊരു അവസരം ലഭിച്ചതിൽ വളരെ വളരെ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് വളരെ പ്രയോജനമായിരിക്കും. ഞങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അന്ന് മൊബൈൽ ഫോൺസ് ഇല്ല, അന്ന് നമുക്ക് യൂട്യൂബില്ല, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് പുസ്തകങ്ങളും ചിലപ്പോൾ ചില ഓഡിയോ കാസറ്റ്സും ഒക്കെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത്. ഇന്ന് വ്യത്യസ്തമാണ്, കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്നത്തെ തലമുറ നേരിടുന്ന ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ പാസ്റ്ററുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തെത്തിയിരുന്നല്ലോ. അവിടെ ഒരു എടുത്തുചാട്ടമായിരുന്നല്ലോ. കോളിംഗ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടം വല്ലം നോക്കിയില്ല, ധൈര്യത്തോടുകൂടെ എടുത്തു ചാടുവാൻ ആ തൻ്റെ ഇടം കാണിച്ചു. അതൊരു പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ധൈര്യമാണ്. അപ്പോൾ അതിനുശേഷമായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കമുണ്ടല്ലോ. കോളിംഗ് വരുന്നു, കോളിംഗ് വന്നതിന് ശേഷം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ജീവിതം മുഴുവൻ പ്രിപ്പറേഷൻ ആയിരിക്കും. എന്നാൽ ആ ആരംഭ നാളുകളിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ആ പ്രിപ്പറേഷൻ സമയത്ത് ഈ ആധുനിക സംവിധാനങ്ങൾ, ഇന്നത്തെ ഈ മീഡിയ, ഈ ഫോണ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അത് സമയത്തെ നഷ്ടമാക്കുക, അങ്ങനെയുള്ള സംഘർഷങ്ങൾ എന്താണ് അത് ഈ ഇന്നത്തെ പുതിയ തലമുറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല. ഓക്കെ, എൻ്റെ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ദ ബെസ്റ്റ്. ബിക്കോസ് ഞാൻ ഇറങ്ങി വൈവാം ചെയ്തു, കഴിഞ്ഞ് വന്നു, ഇനി എന്തോന്ന് അറിയത്തില്ല, മൊത്തത്തിൽ കൺഫ്യൂഷൻ, എന്തുവാ ചെയ്യേണ്ട. അപ്പം ആ സമയത്തും എൻ്റെ ഫ്രണ്ട്സ് പതുക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് തുടങ്ങി. ഞാനൊന്നും തുടങ്ങിയിട്ട് പോലില്ല. സോഷ്യൽ മീഡിയ കയറിയാൽ മൊത്തം ഗ്രാജുവേഷൻ്റെ ഫോട്ടോസാണ്. ഞാൻ തുടങ്ങിയിട്ടില്ല. ഈ പ്രഷർ കയറി അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം പ്രഷർ, എന്തുവാ, എൻ്റെ പേരൻസിനും വന്നു, മോൻ്റെ ലൈഫ് കളയുവാണ്, നിങ്ങൾ എന്തോ കാണിക്കുന്നത്, എന്തോ ഈ മിനിസ്ട്രി, നിങ്ങൾ ഇറങ്ങി എന്തിനാ ഇവനെ ഇറക്കുന്നത്, ഫുൾ പ്രഷറാണ്. അന്ന് നമുക്ക് അറിയത്തില്ല, അത്ര അറിവില്ല, ഇന്നത്തെ പോലെ അത്രയും പ്രോഫിറ്റ്സും ഇല്ല, ആരും ഇല്ല വിളിക്കാൻ, ഇൻ്റർനാഷണൽ കോൾ, അന്ന് വാട്സാപ്പിലോ ഒന്നുമില്ലാത്ത സമയമാണ്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളൊരു പ്രൊഫറ്റിക് കോൺഫറൻസ് ഇവിടെ നടത്തി. അന്ന് പാസ്റ്റർ എം എ വർഗീസും ഒരു പാസ്റ്റർ ക്ലെമൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റായിരുന്നു. ഞാൻ ഫുൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക, ദൈവമേ തെറ്റിപ്പോയോ, ഇനി എന്തുവാ ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ. പബ്ലിക്കിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, 2 വഴി ഉണ്ടായിരുന്നു നിൻ്റെ ഫ്രണ്ടിൽ, ഒരു വഴിയെ ദൈവം അത് ക്ലോസ് ചെയ്തിട്ട് നിന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നു. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഈ ഒറ്റ വേർഡ് അന്ന് പിടിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുവരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ദൈവമേ ബിക്കോസ് ലൈഫിലൊന്നും നടക്കുന്നില്ല, നമ്മുടെ അന്നത്തെ കോൺസെപ്റ്റിലും ലൈഫിലൊന്നും നടക്കുന്നില്ല. ദാറ്റ് മീൻസ് വി ആർ നോട്ട് മേക്കിംഗ് പ്രോഗ്രസ്. തെറ്റാണോ ഇതാണോ? ഈ ഒരു വേർഡ് ഞാനിന്ന് ഓർക്കുന്നത്, ഒറ്റ വേർഡ്, ഒത്തിരി പ്രൊഫറ്റിക് വേർഡൊന്നും ഇല്ല, ആ ഒരു വേർഡേ പിടിച്ചു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല, ആരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല, എന്തുകൊണ്ട്, ഒന്നുമില്ല. ദിസ് ഇസ് ദ കോളിംഗ്, ദിസ് ഇസ് ദ വേ, നോ ടേണിംഗ് ബാക്ക്.
അധൈര്യപ്പെടാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള ഒരു ശക്തി ആ പ്രവചന ശബ്ദം നൽകി തരികയുണ്ടായി. And I also think, ഞാൻ തുറന്നു പറയണം, I think the role of parents is very powerful. I'm blessed with parents who are very supportive, very sensitive. Because ഇത് കേട്ടോ, they have never questioned that. They have never, ഞാൻ തുറന്നു പറയുവാണെങ്കിൽ I went into a phase of depression at that point. മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് എന്തുവാ ചെയ്യേണ്ടത്, ആൻഡ് ഐ ഡിഡ് നോ വാട്ട് ടു ഡു. എനിക്ക് നമുക്ക് ജീവിക്കാൻ പോലും ഒരു ഹോപ്പ് ഒന്നും ഇല്ലാത്തൊരു സമയം. ഇങ്ങനെ ഇപ്പം ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഐ എം നോട്ട് ഈവൻ പ്രേയിങ്. അന്ന് ആരും സംസാരിക്കാൻ ഫ്രണ്ട്സ് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, നമ്മൾ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക. രാവിലെ വെച്ച് പോയിട്ട് മുറിക്കകത്ത് ദൈവമേ എൻ്റെ ലൈഫ് എന്തുവായി, എൻ്റെ ലൈഫ് എന്തുവായി, ഞാൻ മിസ്റ്റേക്ക് ഉണ്ടാക്കി, നമുക്കൊന്നുമില്ല. അന്ന് US പോകാൻ പ്ലാൻ ഇടുക, 2 പ്രാവശ്യം എൻ്റെ വിസ കിട്ടിയില്ല, ഡിലേ ആയി, എന്തോ അഡ്മിഷൻ പേപ്പർ വർക്കിൽ. അപ്പം അടുത്ത ഇനി എന്തോ ഫ്രണ്ടിലോട്ട് എന്തോ ആൾക്കാർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെളിയിൽ ഇറങ്ങിയ ചോദ്യമാണ്, എങ്ങോട്ടാ, എന്തോ പരിപാടി, ഉത്തരവില്ല. അപ്പോൾ ഇത് ഈ മേഖലയിൽ മാത്രമുള്ള ഒരു പ്രതിസന്ധി അല്ല, ഈ യൗവനക്കാർ പൊതുവിൽ നേരിടുന്നൊരു കാര്യമാണിത്. ഇന്നത്തെ യൗവനക്കാർ, ഇപ്പം ഞങ്ങളുടെ തലമുറയിലുള്ളവർ എപ്പോഴും ചോദിക്കുക, മോനെ എന്തോ ചെയ്യുക, എടാ നിൻ്റെ ഭാവി എന്തോ ആവും. ഇങ്ങനെയുള്ള ഒരു സംഘർഷം, ഒരു പ്രഷർ യൗവനക്കാർ നേരിടുന്നതാണ്. യെസ്, ഈ പ്രഷറിലാണ് ആൾക്കാർ പോയി ഇതും അതും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, കറക്റ്റ്, ദൈവം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. 100%. ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും രാവിലെ ആയിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തില്ല. ഈ പ്രഷർ കയറുമ്പം ഈ പ്രഷർ വെച്ച് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യമാണ് ഗെയിമിങ്. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ആരും ഗെയിമിങ് ചെയ്യുവാണെന്ന് ഞാൻ പറയും, അവർ ഗെയിമിങ് ചെയ്യുന്ന ഗെയിമിങ്ങിന് വേണ്ടിയല്ല, എന്തോത്തൊന്നും ഓടുക, എന്തിൽ നിന്നും അവർ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക. കറക്റ്റ്, അതിനൊരു റൂട്ട് കോസ് റൂട്ടുണ്ട്. റൂട്ട് ഡീൽ ചെയ്താലേ സൊല്യൂഷനുള്ളൂ. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കും, എനിക്കറിയാം എനിക്കന്ന് ഹോപ്പും ഇല്ല, ഡിപ്രസ്ഡോ, ലൈഫിൽ എന്തോന്ന് അറിയത്തില്ല, അതിനുവേണ്ടി പോയി ഗെയിം കളിക്കുക ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം ഞാൻ പറഞ്ഞതിന് റീസൺ പറഞ്ഞാൽ, ഞാൻ ഇത് ചെയ്യുന്നതിനിടയ്ക്കും ഒരു പ്രാവശ്യം പോലും പേരൻസ് ഒന്നും വഴക്ക് പറഞ്ഞിട്ടില്ല. പേരൻസ് വഴക്ക് പറഞ്ഞിട്ടില്ല. അവർ പ്രാർത്ഥിക്കും, അവർ കരയും. ഞാൻ അത് കണ്ട് വളർന്ന ആളാണ്. എന്നോട് ഞാൻ ഗെയിം കളിക്കും, ഞാൻ 10 മണിക്കൂർ ഗെയിം കളിക്കുകയുള്ളൂ, മുറിക്കാതിരുന്നു, മോനെ എന്നെ ഉണ്ട്, കഴിക്കാൻ വേണോ, ഞാൻ അത് കണ്ടാ വളർന്നത്. ഞാൻ പറയും, ഇന്നും അവരുടെ മെസ്സേജ് അല്ല എന്നെ മാറ്റിയത്, അവരുടെ സ്നേഹമാണ്. ഇതൊരു വലിയ പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഈ തലമുറയിൽ സംഘർഷത്തിലൂടെയും പിരിമുറുക്കത്തിലൂടെയും കടന്നു പോകുന്ന യൗവനക്കാർ കർത്താവിൻ്റെ വഴികളിലും ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശങ്ങളിലും എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാകുന്നു. ആ സമയത്തെടുക്കുന്ന തീരുമാനങ്ങളും അവർ കുട്ടികളോട് കാണിക്കുന്ന സമീപനവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെല്ലാം ഉപരിയായിട്ട് അവർ പ്രാർത്ഥനയിൽ എത്ര സമയം ചിലവഴിക്കുന്നു, അതൊരു ഗൗരവമേറിയ കാര്യമാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യമുള്ള, മാതാപിതാക്കൾക്കും മക്കൾക്കും ആവശ്യമുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ പരാമർശിച്ചത്. വളരെ നന്ദി. 100%. ബിക്കോസ് ഒരുമിച്ച് വരാതെ സൊല്യൂഷൻ ഇല്ല. പിള്ളേരെ കൊണ്ട് തന്നെ സൊല്യൂഷൻ ഇല്ല, പേരൻസിനെ കൊണ്ട് തന്നെ സൊല്യൂഷൻ ഇല്ല. ഇത് ഒരുമിച്ച് ഫാമിലീസ് ഒരുമിച്ച് വരുന്ന ദൈവത്തിൻ്റെ പ്ലാനാണ്. എൻ്റെ ലൈഫിലെ സ്റ്റോറി അതാണ്. ബിക്കോസ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ US വിസ നടക്കുന്നില്ല, ഞാൻ പ്രാർത്ഥന നിർത്തി, ഐ ഗേവ് അപ്പ്. ഞാൻ ഓൾറെഡി പ്ലാൻ ഇട്ടു, ഡൽഹിയിൽ പോയി പാത്തിരിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കി, ഒരു പാസ്റ്ററിനെ വിളിച്ചു, ഞാൻ നാട്ടിലോട്ട് വരുക, എനിക്ക് പാത്തിരിക്കണം, ഇനി ആൾക്കാരെ ഫേസ് ചെയ്യാൻ വയ്യ. ചർച്ചിൽ പറഞ്ഞു US പോവാ, 2 വർഷമായി പോയില്ല, ഐ എം റണ്ണിങ്. എൻ്റെ ഫാദർ ചെയ്തൊരു കാര്യം ഇന്ന് ഓർക്കുന്നുണ്ട്. ഡാഡി പറഞ്ഞു ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ പോവാം. ഡാഡിക്ക് ആകെ അറിയുന്ന അന്നത്തെ ഡാഡിയുടെ ഭാഷയാണ് ഫാസ്റ്റിംഗ്, ഒന്നും അറിയത്തില്ല ചെയ്യാൻ. നേരെ 40 days ഡാഡി ഒറ്റ ഇരിപ്പിരുന്നു. ഞാൻ ഉറക്കം, ഞാൻ ഒരു പ്രാർത്ഥനയില്ല. റിയാലിറ്റി ഇതാണ്. ഞാനത് പറയുന്ന കാര്യം പറയാം, സംടൈംസ് നമ്മുടെ പിള്ളേർ ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല, ബട്ട് വി ഓൾസോ ആസ് പേരൻസ് ഹാവ് ദ പവർ ടു പ്രേ ആൻഡ് ചേഞ്ച്. നമ്മളെ സംസാരിച്ച് കൗൺസിൽ ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കും. എൻ്റെ ലൈഫ് അങ്ങനെ എനിക്കറിയാം. ഡാഡി താഴെ പ്രാർത്ഥിക്കും, ഞാനിത് കളിക്കും. ബിക്കോസ് ഐ എം നോട്ട്, എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല, മനസ്സിലായി. പക്ഷെ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ US പേപ്പർ വർക്ക് എല്ലാം നേരെയാവുന്നു, എൻ്റെ പ്ലാൻ പോകുന്നു. എനിക്ക് എൻ്റെ ഡാഡിയോടെ കഴിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് ഡാഡി പറഞ്ഞു 40 days ഞാൻ US പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാതെ പോയത്. വി ഹാവ് നോട്ട് സ്പെൻഡ് എ മീൽ ടുഗദർ. ഡാഡി പറഞ്ഞു ഐ വിൽ നോട്ട് ബ്രേക്ക് ദിസ്. ഞാൻ 40 days ദൈവത്തോട് പറഞ്ഞു ഐ എം ഗോയിങ് ടു സിറ്റ്. സോ ഐ ഓൾവേസ് സേ, ആ ക്രെഡിറ്റ് ഒരിക്കലും ഞാൻ എടുക്കത്തില്ല. പേരൻസിൻ്റെ പ്രെയർ ഇടാനുണ്ടായ ചേഞ്ചാണ്. പേരൻസിന് അത്, ഐ ബിലീവ് ഇൻ ജനറേഷൻസ്. പേരൻസിനുള്ള ദൈവത്തിൻ്റെ ഫേവറാണ് എൻ്റെ ലൈഫിൽ കിടക്കുന്നത്. ഞാൻ ചുമ്മാ എൻജോയ് ചെയ്യുക. ഒരു ജനറേഷണൽ ബ്ലെസ്സിങ്. 100%. ആമേൻ. ഇതിനിടെ വേറൊരു കാര്യം കൂടി, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, US ഒരാൾ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ തിരിച്ചു വരാറില്ല. US പോയതിന് ശേഷം അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എങ്ങനെ തിരിച്ച് വീണ്ടും ഏഷ്യയിലേക്ക് തന്നെ മടങ്ങി വന്നത്? ഓക്കെ, തുറന്നു പറയുകയാണെങ്കിൽ US ആദ്യം ഇഷ്ടമല്ലായിരുന്നു. 1.5 വർഷം കഴിഞ്ഞ് എനിക്ക് US ശരിക്കും ഇഷ്ടപ്പെട്ടു. ഐ ഗോട്ട് ഇൻ ടു എ ചർച്ച്, ബ്ലെസ്സഡ് ചർച്ച് കോൾഡ് മെട്രോ. ഐ വാസ് ലവിങ് ഇറ്റ്. ഒരു കുഴപ്പമില്ല. ഐ വാസ് ലീഡിങ് വർഷിപ്പ് ദെയർ.
എനിക്ക് കൈ പൈസയും വന്നു. ആദ്യമായിട്ട് നമ്മൾ മിനിസ്റ്റർ ഇറങ്ങുമ്പോൾ പൈസയാണ് നമ്മുടെ വലിയ ടെൻഷൻ. കൈ പൈസയുണ്ട്, ആൾക്കാരുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ ലൈഫായിരുന്നു. അങ്ങനെ ഇരിക്കാത്ത ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്തു. ക്യാമ്പ് കഴിഞ്ഞാൽ യു എസ് ഫോക്കസ് നിൽക്കുക. ക്യാമ്പ് ഫോക്കസ് ചെയ്ത് ലാസ്റ്റ് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയും. അപ്പം എനിക്കറിയാം എന്നെക്കുറിച്ച് ഒത്തിരി താങ്ക് യു പറയുന്നത് എനിക്കറിയാം. ഇതൊരു ക്യാമ്പ് സൈറ്റിലാണ് നടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇപ്പം എല്ലാവരും എന്നെ താങ്ക് ചെയ്യും, അവർ സന്തോഷിച്ചിരിക്കും. ദൈവത്ത് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങും, നീ ഇത് കേൾക്കലെന്നോ ഇറങ്ങാൻ പറയും. ഞാൻ നേരെ എനിക്കൊന്ന് ഐ തിങ്ക് 10 o'clock at night നേരെ ക്യാമ്പ് സൈറ്റ് വെളിയിൽ പോയി വലിയ കല്ലുണ്ട്, അവിടെ പോയി മുട്ടുകുത്തി. ഉള്ളി ലൈറ്റ് ഇസ് മൂൺ ലൈറ്റ്. ദൈവം എന്നോട് ചോദിച്ചാൽ Are you loving this? I said, yes, God. Your promises are yes and amen. Oh, thank you, God. എന്നെ ഇത്രയും മാനിച്ച ദൈവം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. സൈലൻസ്. ഓക്കെ, ദൈവം പറയാം ഓക്കെ, ഇതെല്ലാം വിട്ടിട്ട് I want you to go back to Muscat. ഒറ്റ വേർഡ്. ഇതൊരു നവംബറോ ഡിസംബറാ. ഞാൻ പറഞ്ഞു ദൈവമേ നോ 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 നോ. എന്നോട് വേറെ എന്ത് വേണേലും ചോദിച്ചു, എൻ്റെ ഫോൺ വേണോ ഇത് വേണോ എന്ത് വേണേലും എടുത്തു, എനിക്കൊന്നും വേണ്ട, ഇത് മാത്രം എടുക്കില്ല. ഫസ്റ്റ് ടൈം മിനിസ്റ്റർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ്, ഇത്രയും വർഷം കണ്ട് 6 വർഷം മിനിസ്റ്റർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് സെറ്റിലായ ഫീലിംഗ് തോന്നുന്നു. ഇത് എടുക്കില്ല ദൈവമേ പ്ലീസ്. ഒരു മണിക്കൂർ കരഞ്ഞു ഞാൻ. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, അവിടെ ആ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇന്നർ വോയിസ് ആണോ? എനിക്ക് ഇന്നർ വോയിസാണ്, സ്പിരിറ്റിൽ നിന്ന് വരുന്ന വോയിസ്. കൃത്യം, വളരെ ഇതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല, എനിക്കറിയാം അത് പരിശുദ്ധാത്മാവാണെന്ന് അറിയാം. ബിക്കോസ് ഇതിനു മുമ്പ് ഞാൻ മുമ്പ് ഒരു കഥ പറഞ്ഞു. എന്നോട് ദൈവം, ഞാനിങ്ങനെ സ്റ്റേജിൽ നിൽക്കും എൻ്റെ കോളേജിൽ CFNL, ഇതേ വോയിസിൽ ദൈവം എന്നോട് അന്നും സംസാരിച്ച്. അവിടെ എനിക്ക് നല്ല അറിവുണ്ട്. ഫസ്റ്റ് ചോദ്യം, Are you loving this? എനിക്കറിയാം, the moment I love anything more than Jesus, it's a scary place. Are you loving being on stage? I said, yes, God, thank you for honoring. Get off the stage. ഇതേ വോയിസാണ് വന്നത്. Are you loving being in America? Yes, God. Okay, I want you to leave. ഒന്നുമില്ല, തിരികെ പോകണം. Then I am feeling him giving me a hug. ഞാൻ കരയുമ്പം എൻ്റെ കൂടെ ഇരിപ്പുണ്ട്, ഒന്നും മിണ്ടുന്നില്ല, just giving me a hug, sitting there with me. അപ്പം ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ തിരികെ പറയുകയാണ്, കർത്താവേ എന്ത് വേണമെങ്കിലും തരാൻ, ഇത് മാത്രം എന്നോട് പറയരുത്. 100%. ഞാൻ 1 മണിക്കൂർ കരഞ്ഞു. ഇനി കരയാൻ പറ്റാതെ തലവേദനയും വന്ന് ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുക, വാട്ട് ഹാപ്പൻ ടു യു, വൈ ഇസ് യുവർ ഫേസ് ലൈക്ക് ദിസ്? ഐ സെഡ്, I will tell you in a few weeks. ബിക്കോസ് എനിക്കറിയാം എൻ്റെ സമയം കഴിഞ്ഞു. ഇത് ഡിസംബറിലാണ്, എൻ്റെ വിസ കഴിയുന്ന മേയാണ്. ഞാൻ ഡിസംബറിൽ വന്ന് എൻ്റെ അവിടെ നിൽക്കുന്ന ഫാമിലിയോടും ചേർച്ചിനോടും എല്ലാം പറഞ്ഞു, they were upset because they were willing to give me a visa, they were willing to hire me, they were willing to do everything for me to stay there. They offered me everything. What everybody, എല്ലാവരും നോക്കുന്ന കാര്യമാണ് അവിടെ നിൽക്കാൻ വേണ്ടി ഒരു വഴി. എനിക്കെല്ലാം റെഡിയായിരുന്നു. And they're like, we are giving you everything, why are you turning it down? അപ്പം അന്ന് എനിക്ക് കർത്താവെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതിന് ശേഷം എപ്പോഴാണ് കർത്താവിനോട് സമ്മതിച്ചത്? ഇല്ല, സമ്മതിക്കാൻ സമയം എടുത്തു, പക്ഷെ അകത്തറിയാം ഇതിന് മാറ്റമില്ല. ആ ഒരു കാര്യമുണ്ട്, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ തിരിയത്തില്ല. ബിക്കോസ് ഇത്രയും വർഷം നമ്മൾ വന്ന വഴി അതാ. ഇഷ്ടമില്ലെങ്കിലും വി വിൽ കം ബാക്ക് ടു ഹിസ് വിൽ. ഓക്കെ, അല്ലെങ്കിൽ സമയം പോകും, നമുക്കറിയാം. ഈ ഒരു സാധനം നമുക്ക് നമ്മളെ കൊച്ചിലോട്ട് പഠിച്ച പ്രിൻസിപ്പിൾസാണ്. ദൈവം പറഞ്ഞാൽ പിന്നെ അതാണ് ബുദ്ധിമുട്ടാ ഫൈനൽ. ബട്ട് ചേഞ്ച് യുവർ മൈൻഡ്, കം ബാക്ക് ടു ഇറ്റ്. എനിക്കറിയാം ഇനി തിരിച്ചു പോക്കില്ല, പക്ഷെ എനിക്ക് എൻ്റെ മൈൻഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, 2-3 weeks. സോ ഐ വെൻ ഹാഡ് എ ടോക്ക്. എന്നോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, മേ ബി യു ഹേർഡ് ഗോഡ് റോങ്, ഗോ പ്രേ വൺസ് അഗൈൻ. എന്നോട് പറഞ്ഞ ഞാൻ പറയും ഓക്കെ, ബിക്കോസ് ഐ ഹാവ് ടു ഓണർ ദ ലീഡേഴ്സ് ആൻഡ് എവറിബഡി. ബട്ട് ഐ ഡി നോട്ട് പ്രേ. എനിക്കറിയാം ദൈവം പറഞ്ഞാൽ എനിക്കറിയാം ഇതിനപ്പുറം മാറ്റം ഇല്ല. ഐ കനോട്ട് ചേഞ്ച് ഹിസ് മൈൻഡ് ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു. എനിക്ക് ഉത്തരവില്ല, ചോദ്യമില്ല, ഒന്നുമില്ല. സോ ഞാൻ 3 months എടുത്തു. അപ്പോഴത്തേക്കും എനിക്ക് കോളേജിലെ ഡീൻ എല്ലാം വന്നു, ഒരു സൈൻ ഇട്ടാൽ മതി, വിൽ മേക്ക് യു സ്റ്റേ ഹിയർ, എല്ലാം വന്നു. ഞാൻ പറഞ്ഞു സോ സോറി. ഒത്തിരി പേര്, ഐ നോ പീപ്പിൾ ഗോട്ട് അപ്സെറ്റ്. ഇന്നും സംടൈംസ് ദേ ആർ വണ്ടറിങ് വൈ ഡിഡ് യു ലീവ്. ബട്ട് എനിക്ക് ഉത്തരം, എന്നോട് ദൈവം പറഞ്ഞു മാർച്ച് ആപ്പ് ഐ സെഡ് ഐ ആം ഗോയിങ്, ഐ ഹാവ് ടു ഗോ. എനിക്ക് ചോദ്യമില്ല, ഒന്നുമില്ല. എന്നോട് ദൈവം പറഞ്ഞു. അവിടെയും ഒരു കാര്യം ശ്രദ്ധേയമാണ്, കർത്താവ് നമ്മളോടൊരു കാര്യം പറഞ്ഞതിന് ശേഷം നമ്മളത് നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ നമ്മെ ഇതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി വരും. 100%. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ വൈ വാസ് ഐ ഏബിൾ ടു സ്റ്റാൻഡ്? അതിനും വർഷങ്ങൾ മുമ്പ് മിനിസ്റ്റർക്ക് ഇറങ്ങിയ സമയത്ത് ഫുൾ 2 വർഷം പ്രഷറായിരുന്നു, പ്രഷറേ ഉള്ളായിരുന്നു. ഈ പ്രഷർ ഫേസ് ചെയ്ത് തൊലിക്കെട്ടി എവിടെ കൂടി. ആൾക്കാർ ഇതും പറയും, നമ്മൾ വിളിച്ച വിളി നിൽക്കണം. അവിടെ പഠിച്ച പാഠം ഇന്നും വന്നു. അത് എത്ര ആര് പിണങ്ങിയാലും അവസാനം ആൾക്കാർ പിണങ്ങും, പക്ഷെ എനിക്ക് ആകെയുള്ള ദൈവമാണ്. ഞാനും ദൈവവും തമ്മിൽ നേരെ, അല്ലെങ്കിൽ പിന്നെ മിനിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല. അത്ഭുതകരം, വളരെ അത്ഭുതകരം. ഈ തലമുറയിൽ തന്നെ, ഈ പ്രായത്തിൽ തന്നെ കർത്താവ് ഈ നിലവാരത്തിലുള്ള ആഴമേറിയ തിരിച്ചറിവുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത്
ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വലിയ ബഹുമാനം തോന്നുന്നു, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്. അത് സുഹൃത്തുക്കളെല്ലാം ഇതേ നിലവാരത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാസ്റ്റർ സ്റ്റാൻലി തോമസും പാസ്റ്റർ നേമായ ഡാമിനും എല്ലാം ഇതേ നിലവാരത്തിൽ തന്നെ മൂവ് ചെയ്യുന്നവരാണ്, ചലിക്കുന്നവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വളരെ അത്ഭുതകരം. ഞങ്ങൾക്കൊക്കെ ഒരുപക്ഷെങ്കിൽ ഈ പ്രായത്തിലൊന്നും ഈ നിലയിലുള്ളൊരു തിരിച്ചറിവിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ വളരെ ഇത് കർത്താവിൽ നിന്നാണോ ഇത് കർത്താവിൽ നിന്നല്ലയോ എന്നുള്ള സംഘർഷങ്ങൾ നല്ലപോലെ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ആവർത്തിച്ച് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട്. അതിൽ നിന്ന് കർത്താവ് രക്ഷിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ തെറ്റായി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരുന്നത്? ഹൗ ഡു യു നാവിഗേറ്റ്? അത് തിരിച്ചു വരുന്നത് ഇപ്പം ലൈക്ക് നമ്മളിപ്പം വൺ വേ തെറ്റിച്ചു പോവുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടേൺ എവിടെ ഉണ്ടെന്ന് നോക്കും. ഓക്കെ, അടുത്ത ടേൺ കിട്ടും, ഉണ്ടല്ലോ, അവിടെ തിരിക്കും. ഐ തിങ്ക് ഞാനും അങ്ങനെ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ ഇവിടെ ഇനി സമയം കളയാനില്ല. അതെ, ഒരു സമയം വരെ സമയം കളഞ്ഞു. അയ്യോ, ഞാനിപ്പം എപ്പോഴും ഐ ടെൽ യങ് പീപ്പിൾ, പ്ലീസ് ഡോണ്ട് വേസ്റ്റ് ടൈം ലൈക്ക് മീ. ദ റീസൺ ഐ എം ഡൂയിങ് വാട്ട് ഐ എം ഡൂയിങ് ഇസ് സോ യു ഡോണ്ട് വേസ്റ്റ് ടൈം ലൈക്ക് മീ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പം അതിന്റെ ഫലങ്ങളെ കുറിച്ച് നമുക്കറിയാം. യെസ്, അതിന് വെറുതെ ടെൻഷനും സ്ട്രെസ്സും എൻ്റെ മിസ്റ്റേക്സ് കൊണ്ട് ഉണ്ടായ ഒത്തിരി മിസ്റ്റേക്സ് എനിക്ക് ഒത്തിരി കോൺസിക്വൻസ് അറിയാം. ദൈവം രക്ഷിച്ചിട്ടുണ്ട്. ബട്ട് ഐ ടെൽ യങ് പീപ്പിൾ, പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. എന്നെ പോലെ ആകില്ല. അതെ, ജംപ്, ദൈവം വിളിക്കൂടെ, ചുമ്മാ റിസ്ക് എടുക്ക്. ഇത് ഇറ്റ്സ് ദ ബെസ്റ്റ് റിസ്ക്. ആമേൻ. നമുക്ക് വീണ്ടും നമുക്ക് ആ എൻകൗണ്ടറിലേക്ക് വരാം. എൻകൗണ്ടറിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ ചിലത് എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഒന്നെന്ന് പറയുന്നത്, നേരത്തെ ഫാസ്റ്റിങ്ങിൽ വിശ്വസിച്ചിരുന്ന അത്രമാത്രം ഗൗരവമായിട്ട് കണ്ടിരുന്നില്ല. പപ്പ ഒത്തിരി ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. സോ ആ എൻകൗണ്ടറിന് ശേഷം ഫാസ്റ്റിങ്ങിലേക്ക് പ്രവേശിച്ചു. യെസ്, വൺ ഓഫ് ദ തിങ്സ് ഇസ്, നമുക്ക് ഒത്തിരി അറിവുള്ള ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ഫാസ്റ്റിംഗ് ആണ്. എന്നോട് ദൈവം പറഞ്ഞു, യു ആർ നോട്ട് ഫാസ്റ്റിംഗ് ടു ഗെറ്റ് എനിത്തിങ്, സിംപ്ലി സിറ്റിംഗ് വിത്ത് മീ. അപ്പോൾ എൻ്റെ ചോദ്യം, ദൈവം എന്തിനാ അങ്ങനെ ഞാൻ എല്ലാം നിർത്തിയിട്ട് ചെയ്യേണ്ടത്? എന്നോട് പറഞ്ഞു, ബിക്കോസ് യു ആർ ലിവിങ് ഇൻ എ വേൾഡ്, ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഈ ഡിസ്ട്രാക്ഷൻസ് കാരണം യു ആർ നോട്ട് ഏബിൾ ടു ഹിയർ മൈ വോയിസ്. സോ എന്നോട് ദൈവം പറഞ്ഞ കാര്യമാണ്, യു ആർ സിറ്റിംഗ് വിത്ത് മീ, കട്ടിങ് ഔട്ട് ഡിസ്ട്രാക്ഷൻസ് സോ യു ക്യാൻ ബി മോർ സെൻസിറ്റീവ് ടു മൈ വോയിസ്. ഇപ്പോൾ ഈ മുറിക്കകത്ത് 10 പേര് സംസാരിക്കുവാണെങ്കിൽ ഗോഡ് ഇസ് ഓൾസോ സ്പീക്കിംഗ്. പക്ഷേ ഇവരുടെ വോയിസ് ലൗഡ് ആണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വോയിസ് കേൾക്കാൻ പറ്റത്തില്ല. സോ എന്നോട് പറഞ്ഞു, ഫാസ്റ്റിംഗ് ഇസ് യുവർ വേ ഓഫ് ക്ലോസിങ് എവറി അതർ വോയിസ്, സിറ്റിംഗ് ആൻഡ് ട്രെയിനിങ് യുവർ സെൽഫ് ടു ഹിയർ മീ മോർ ക്ലിയർലി. സോ ഇൻ എ ബിസി വേൾഡ്, നമ്മൾ വെളിയിലാണെങ്കിലും യു ക്യാൻ ഹിയർ മൈ വോയിസ്. ഇറ്റ്സ് ട്രെയിൻ. ഹീ ഈസ് ഓൾവേസ് സ്പീക്കിംഗ്. എൻ്റെ ബിലീഫിൽ ദൈവം എല്ലാ സമയവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം മിണ്ടാതെ ഇങ്ങനെ ഗെയിം കളിക്കുമല്ല. പക്ഷെ ഞാനാ കേൾക്കാത്ത. റെസ്പോൺസിബിലിറ്റി എൻ്റെ ഇതിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റിംഗ്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചാണ്, എൻ്റെ വയറങ്ങ് നല്ല ഫുൾ ആവുകയാണെങ്കിൽ എനിക്ക് സ്പിരിച്വലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു മീറ്റിങ്ങിന് കഴിഞ്ഞ ദിവസം 1.5 വർഷം മുമ്പ് പോയി, ഇപ്പോഴും മറക്കത്തില്ല. ഒരു 12 hour മീറ്റിംഗ് ആണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഇത് വാഗമണ്ണിലും കണ്ട നടക്കുന്നത്. അപ്പം മീറ്റിങ്ങിനിടയ്ക്ക് ഒരു 8 o'clock ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ ഒരു ബ്രേക്ക് കിട്ടിയത്. 6 o'clock. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ നല്ല ബീഫ് കിട്ടും, നമുക്ക് കഴിക്കാമെന്ന്. ഞങ്ങൾ പോയി വയറ് നിറച്ച് കഴിച്ചു, ശരിക്കും കഴിച്ചു. ഇനി ഇറങ്ങാൻ വയ്യ, തിരിച്ചു വന്നിട്ട് മിനിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും വണ്ടി വന്ന് ഇങ്ങനെ കിടക്കുക. അയ്യോ, വൈകിട്ട് 12 വരെ മീറ്റിങ്ങും ഉണ്ട്, അനങ്ങാൻ വയ്യ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞോണ്ട് എനിക്ക് സ്റ്റേജിൽ കയറണം. ഞാനിങ്ങനെ വണ്ടി കഴിയുമ്പോൾ വയ്യ. അന്ന് ദൈവം ഒരു വാക്ക് പറയും, മേലാൽ ഇങ്ങനെ കഴിക്കില്ല, ഫുഡിനുള്ള പ്രീതി കുറയ്ക്കാൻ പറയും. അന്ന് എന്നോട് പറഞ്ഞ, ഫുഡ് കഴിച്ചാൽ നിനക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് യുവർ ബോഡി ഈസ് സോ കംഫർട്ടബിൾ. നൗ ഈവൻ ഇഫ് ദ സ്പിരിറ്റ് ഇസ് സ്പീക്കിംഗ്, യുവർ ബോഡി വിൽ നോട്ട് അലൗ യു ടു ഡു ഇറ്റ്. എൻ്റെ ബോഡി വീക്കാണ്, എൻ്റെ ബോഡി വാണ്ട്സ്, അതിന് ഒത്തിരി ക്രേവിങ്സ് ഉണ്ട്. ഇഫ് യു ഗീവ് യുവർ ബോഡി അതിന് വേണ്ടതെല്ലാം കൊടുത്താൽ, ബോഡി ബിക്കംസ് സോ സ്ട്രോങ് ദാറ്റ് ദ പവർ ഓഫ് ദ സ്പിരിറ്റ് കനോട്ട് ഫ്ലോ ത്രൂ യുവർ ബോഡി. ആമേൻ. So fasting for me is telling my body, spirit is in charge. Body, you are not the main. Food alla main, feelings alla main, idonnu alla main. Your spirit is deciding your life. So എപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡിയുടെ കൺട്രോൾ കൂടും, എനിക്ക് ഫുഡ് വേണം, എനിക്ക് ആയ കയറി വരാൻ തോന്നുവാണെങ്കിൽ ഐ നോ ഐ ഹാവ് ടു ഫാസ്റ്റ്. വൈ? എൻ്റെ ബോഡി ഒത്തിരി ലീഡ് എടുക്കുക. ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ഇൻ ടു സ്പിരിറ്റ് സോൾ ബോഡി. ബോഡി സ്പിരിറ്റ് സോൾ അല്ല. ഒരു അലൈൻമെൻറ്റിന് വേണ്ടിയാണ് ഐ നോർമലി ഫാസ്റ്റ്. ഓർ ബിക്കോസ് ഐ നോ എൻ്റെ ഓർഡർ പോയി കിടക്കുക, ഫിക്സ് ചെയ്തില്ലേ പണിയാണ്. അടുത്ത എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കും. അന്ന് ഞാൻ ഇറങ്ങിപ്പോയി മിനിസ്റ്റർ ചെയ്തു. ദൈവം ഗോഡ് ഷോഡ് അപ്പ്. പക്ഷേ ഐ ഹാഡ് എ ബാറ്റിൽ ഫിസിക്കലി ടു ഫൈറ്റ്. അത് ഞാൻ പറയും, ഡോണ്ട് ഈറ്റ് ലൈക്ക് ദാറ്റ്. ആർക്കും ഫുഡ് കഴിക്കുന്നത് തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നോട് ദൈവം പറഞ്ഞ, യു ആർ കോൾഡ് ഫോർ മിനിസ്ട്രി. ഒരു സോൾജർ ഡസ് നോട്ട് ഓൾവേസ് സിറ്റ് ആൻഡ് ഈറ്റ് ആൻഡ് സ്ലീപ്പ് ആൻഡ് ഡ്രിങ്ക്. ഹി ഹാസ് എ കോളിംഗ്, ഹി ഹാസ് എ മിഷൻ, ഹി ഈസ് ഓൾവേസ് അലേർട്ട്. ഐ തിങ്ക് തങ്കു ബ്രദർ പറഞ്ഞ ഒരു സെയിങ് ആണ്, January 26, 2023. എൻ്റെ അന്ന് തലക്കകത്ത് കയറിയതാണ്, യു ആർ എ സോൾജർ ഫോർ ക്രൈസ്റ്റ്. Amen. Soldiers don't have choice. Soldiers don't have their rights. Everybody is sleeping. Soldier is awake in the border. എന്നോട് ദൈവം പറയും, എല്ലാവർക്കും ഉറങ്ങാം, എല്ലാവർക്കും എല്ലാം ചെയ്യാം, നിനക്കത് പറ്റത്തില്ല, നീ എൻ്റെ സോൾജറാണ്. അപ്പോൾ അന്ന് ഞാൻ ഏറ്റെടുത്ത ഒരു ഐഡൻറ്റിറ്റിയാണ്, ഐ ആം എ സോൾജർ.
ഐ എം എ വാരിയർ ഫോർ ക്രൈസ്റ്റ്. ആമേൻ, ആമേൻ. ചോയ്സ് ഇല്ല, റൈറ്റ് ഇല്ല. അപ്പോൾ ആ 40 ദിവസം ഉപവസിക്കുന്ന സമയത്ത് ശരീരം സഹകരിക്കുന്നുണ്ടല്ലോ. യെസ്, എനിക്ക് ആക്ച്വലി തുറന്നു പറയുവാണെങ്കിൽ എനിക്ക് 3 days ഫുഡ് കഴിക്കാതെ പോയാൽ തലവേദന എടുക്കുമായിരുന്നു. ഞാൻ ഓർത്ത് എനിക്ക് ഒരിക്കലും ഫാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഐ ഹാവ് സീൻ എൻ്റെ ഫാദർ ആണെങ്കിൽ 40 ദിവസം ഫാസ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും. എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. പക്ഷെ ദൈവം എപ്പം ഒരു കാര്യം നമ്മളെ കൊണ്ട് ചോദിക്കുന്നോ, ഹി ഗിവ്സ് ദ ഗ്രേസ് ഫോർ ദാറ്റ്. ഓക്കെ, പ്രൈസ് ഗോഡ്. സോ എനിക്കത് കുഴപ്പമില്ല. ഒറ്റ കാര്യം അതിനകത്ത് മിസ്റ്റേക്ക് ഉള്ളൂ. ഞാൻ പഠിച്ചത് ദൈവം എപ്പം പറഞ്ഞു അന്നേരം ചെയ്യണം. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറയാം ഓക്കെ ഫാസ്റ്റ് ചെയ്തോ. ഞാൻ തീരുമാനിക്കും ഉച്ചയ്ക്ക് മമ്മി ഫുഡ് ഉണ്ടാക്കില്ല, അത് കഴിച്ചിട്ട് ഫാസ്റ്റ് ചെയ്യാം. നടക്കത്തില്ല, പോയി മൊമെന്റ് പോയി. ഐ റിയലൈസ് ഇൻസ്റ്റന്റ് ഒബീഡിയൻസിലാണ് ഗ്രേസ് കിടക്കുന്നത്. ഇൻസ്റ്റന്റ് ഒബീഡിയൻസിലാണ് ഗ്രേസ് കിടക്കുന്നത്. എസ്പെഷ്യലി ആ ഗ്രേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിന് വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, സഹകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ശരീരത്തിന് നല്ല ഊർജ്ജസ്വലവുമായിരിക്കും. ഒരു കുഴപ്പമില്ല. ഏറ്റവും പ്രൊഡക്റ്റീവ്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് മ്യൂസിക്, ഏറ്റവും ബെസ്റ്റ് എല്ലാം വരുന്നത് ഫാസ്റ്റിങ്ങിനകത്താണ്. ഇന്ന് ഫസ്റ്റ് വീക്കിൽ തന്നെ ദൈവം പുതിയ എന്തെങ്കിലും തുറക്കും. അപ്പോൾ ഈ എൻകൗണ്ടർ കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഉണ്ടായ മറ്റൊരു മേഖലയാണ് പ്രൈസിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു. യെസ്, പരസ്യമായി തന്നെ കർത്താവിനെ ആരാധിക്കുന്നതിൽ ലജ്ജ കാണിക്കരുത്. യെസ്. അപ്പോൾ അതിന് നല്ല റിസൾട്ടുകളും ഉണ്ടായെന്നാണ് പറഞ്ഞത്. അതൊന്ന് വിശദീകരിക്കാമോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രൈസിനെതിരെയായിരുന്നു. ഞാൻ US ആയിരുന്നപ്പം ഞാൻ ഇപ്പോഴും ഓർക്കും, എൻ്റെ അവിടുത്തെ വേർഷിപ്പ് ലീഡർ പറയും, ജോഷ് വി നീഡ് സം പ്രൈസ് സോങ്സ്. ഞാൻ പറയും അങ്കിൾ നമുക്ക് വേർഷിപ്പ് മതി. ഞാൻ അന്ന് എൻജീവിനേക്കാളും ആ പാട്ട് ഇറങ്ങിയ സമയമാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ആരാധന, അതിനകത്ത് തെറ്റൊന്നുമല്ല. പക്ഷെ കോർപ്പറേറ്റിലും എനിക്കത് മാത്രം മതി. പ്രൈസിൻ്റെ പവർ അറിയത്തില്ല. വർഷങ്ങളെടുത്തു. എൻകൗണ്ടർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ആ കോൺഫറൻസിന് ഞാൻ പോയപ്പോൾ എന്നോട് ദൈവാത്ത് ഞാൻ ഗിറ്റാർ വെച്ച് വേർഷിപ്പ് ലീഡ് ചെയ്യാൻ പോവാം. എന്നോട് ദൈവാത്ത് പറഞ്ഞു ഗിറ്റാർ തൊടാൻ പാടില്ല. അപ്പം ഗിറ്റാർ തൊട്ടില്ല ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നു? നീ ഗിറ്റാർ വെച്ച് നേരെ നിൽക്കാൻ അറിയാം, ഗിറ്റാറില്ല, കൈ മയക്കാതെ എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയും വർഷം ഞാൻ ലീഡ് ചെയ്ത് ഒരു ഇൻസ്ട്രുമെൻ്റ് പുറകിലാണ്. ഐ വോണ്ട് യു ടു ജംപ്, തുള്ളിച്ചാടി, ഐ വോണ്ട് യു ടു വേർഷിപ്പ്. ഞാൻ പറഞ്ഞു ദൈവമേ എനിക്ക് വണ്ണമുണ്ട്. അന്ന് എനിക്ക് 106 കിലോ ഉണ്ട്. ദൈവം എനിക്ക് വണ്ണമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും. അയ്യോ എൻ്റെ വയറ് കാണും, എൻ്റെ ഇത് കാണും. ഞാൻ എല്ലാ എക്സ്ക്യൂസ് പറയും. ഞാൻ അവിടെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, എല്ലാ എക്സ്ക്യൂസ് പറയാം. ദൈവം ഉണ്ടായിരിക്കുക. ദൈവം പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, അറിയാം. സെയിം പാറ്റേൺ. അന്ന് രാത്രി മുറി വന്ന് ഞാൻ വന്ന് എൻ്റെ കണ്ണാടി നോക്കും, എന്നെ തന്നെ നോക്കുമോ, എനിക്ക് ചാടാൻ പറ്റുമോ, ചാടി നോക്കി. ബിക്കോസ് എനിക്ക് പേടിയാണ്, ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞ അടുത്ത ദിവസം കയറി ചാടി ചെയ്തു തുടങ്ങി. 2 വർഷം അതുവരെ ഞാനൊരു 1.5 years ആയിട്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക, കുറയുന്നില്ല. എന്ത് ചെയ്താൽ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യാതെ എല്ലാം നോക്കി, ഒരു രക്ഷയില്ല. എന്നോട് ദൈവം പറയും യു ക്യാൻ ഇഫ് യു വിൽ ഡാൻസ് അൺഡിഗ്നിഫൈഡ് ലൈക്ക് ദാവീദിനെ പോലെ, ഇഫ് യു ക്യാൻ വേർഷിപ്പ് ഇൻ മൈ പ്രസൻസ്, ആൾക്കാർ കളിയാക്കട്ടെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. എന്നോട് വളരെ അത്ഭുതകരം. അതുവരെ അത് യൗവനക്കാരെല്ലാം കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എന്നോട് ദൈവം പറഞ്ഞു നിന്റെ ഇൻസെക്യൂരിറ്റി എൻ്റെ മുമ്പിൽ ഇടാൻ പറ്റുമോ? ക്യാൻ യു ലേ ഡൗൺ യുവർ പ്രൈഡ്? എൻ്റെ പ്രൈഡാണ് ശരിക്കും പറഞ്ഞാൽ, ഇൻസെക്യൂരിറ്റി അല്ല. എൻ്റെ ഒരു ഇമേജ് ഉണ്ട്, ഞാൻ ഇങ്ങനെ നിൽക്കണം, ഞാൻ അങ്ങനെ നോക്കണം. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുവാണെങ്കിലും നമുക്ക് ഓരോ പോസ്റ്റ് ആംഗിളുണ്ട്. എൻ്റെ ആ ദൈവം പൊട്ടിക്കുമായിരുന്നു അവിടെ. ഞാൻ എന്നെ തന്നെ വീഡിയോ പോയി കണ്ടപ്പോൾ എനിക്കിഷ്ടമില്ല എന്നെ തന്നെ കാണാൻ. പക്ഷേ അതിനപ്പുറം ദൈവം പറയും ഐ വിൽ വർക്ക് ത്രൂ യുവർ വീക്ക്നെസ്. അപ്പോൾ അതിനുശേഷം വെയിറ്റ് ലോസ് ഉണ്ടായി. അത് പിന്നെ ചുമ്മാ പെട്ടെന്ന് വെയിറ്റ് പറയാൻ തുടങ്ങി. ഐ വെൻ ഡൗൺ ഫ്രം 106 ഓൾ ദ വേ ടു 81. ഒരു 20 kilos കുറഞ്ഞു. യൂത്ത് റിന്യൂഡ്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇറ്റ് ഡിപ്പെൻസ്, വേർഷിപ്പ് മീ ഫ്രീലി, പവർ ഇൻ പ്രൈസ്. വേർഷിപ്പ് മാത്രമല്ല, പവർ ഇൻ പ്രൈസ്. ബിക്കോസ് പ്രൈസ് ബ്രേക്സ് എ ലോട്ട് ഓഫ് തിങ്സ്. വേർഷിപ്പ് നമുക്ക് വേർഷിപ്പ് പറയാം, പക്ഷേ പ്രൈസ് നമുക്ക് ഫാസ്റ്റ് പാട്ട് ഇഷ്ടമല്ല, നമുക്കതൊന്നും ഇഷ്ടമല്ല. പക്ഷെ എന്നെ എൻകൗണ്ടർ നടക്കുന്ന ഒരു പ്രൈസ് സോങ്ങിനകത്താണ്. ആമേൻ. പുതിയ തലമുറയെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് ഒരു വളരെ കാതലായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. ആ എൻകൗണ്ടറിന് ശേഷമായിട്ട് 2022 നടന്ന എൻകൗണ്ടറിന് ശേഷമായിട്ട് ബൈബിൾ വായനയിൽ വിപ്ലവം സംഭവിച്ചു. 21 daysനുള്ളിൽ ഹോൾ ബൈബിൾ വായിച്ചു. ആ അനുഭവം ഒന്ന് പങ്കുവെച്ചേ. ബൈബിള് നമ്മൾ വായിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ഇരുന്ന് ഡിസിപ്ലിനായിട്ട് ഇന്ന് വായിക്കാറില്ല. എന്നോട് ഒരു ദിവസം പെട്ടെന്ന് ദൈവാത്ത പറഞ്ഞു റീഡ് ദ ബൈബിൾ. ഓക്കെ, ടിൽ യു ഫിനിഷ് റീഡിങ് ദ ബൈബിൾ ഫുഡ് കഴിക്കില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈബിൾ വായിക്കാൻ പറയും. ഒറ്റയിരിപ്പ സ്റ്റാർട്ടഡ് ജെനസിസ് തുടങ്ങി. ജെനസിസ് തുടങ്ങി. ഐ തിങ്ക് ജെനസിസ് ഐ ഫിനിഷ്ഡ് ഇൻ 2 hours. ഞാൻ ചുമ്മാ ടൈം എടുത്ത് നോക്കി എത്ര സമയം എടുക്കുമെന്ന്. വായിച്ച് 2 hours ജെനസിസ് പൂർത്തിയാക്കി. ഇത് ശ്രദ്ധിക്കണം. എന്നോട് പറഞ്ഞു ഇത്ര ജസ്റ്റ് വായിച്ചാൽ മതി, മനസ്സിലാക്കണ്ട. ബിക്കോസ് മൈൻഡിന് വേണ്ടിയല്ല റീഡ് ചെയ്യുന്നത്, സ്പിരിറ്റിന് വേണ്ടിയാണ്. ജസ്റ്റ് റീഡ് ഫുൾ
അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ടേൺ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും. കാരണം നിങ്ങളുടെ സ്പിരിറ്റിന് അത് കേൾക്കാൻ കഴിയും. സോ സ്പിരിറ്റിന് വേണ്ടി വായിക്കുക. ഓ, അത്ഭുതകരം. ഐ തിങ്ക് ദിസ് റെവലേഷൻ ഇത് കാരണം തോന്നുന്നു ആരും ബൈബിൾ വായിക്കാത്ത, അവർ മൈൻഡിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് വായിക്കുന്നത്. സോ എൻ്റെ സ്ട്രഗിൾ അതായിരുന്നു. എനിക്ക് മനസ്സിലാവണം, എല്ലാം മനസ്സിലാവണം. ഈ മനസ്സിലാകുന്നില്ലെന്ന് തോന്നുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കത്തില്ല. അത് ഫുൾ മൈൻഡിൻ്റെ ഒരു വർക്കാണ്. അത് പൊട്ടിക്കാൻ വേണ്ടി എനിക്ക് ദൈവനോട് പറഞ്ഞ് ഫുൾ ഒന്ന് വായിക്കാൻ. ഡോണ്ട് ഫീൽ എനിത്തിങ്, ചുമ്മാ വായിക്കുക. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പം വായിച്ചതെല്ലാം ദൈവം ഹോളി സ്പിരിറ്റ് സ്റ്റാർട്ട് ബ്രിങ്ങിങ് ഇൻ ടു മെമ്മറി വൺ ബൈ വൺ. തീർച്ചയായിട്ടും സ്പിരിറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മൈൻഡിൻ്റെയും ബോഡിയുടെ ഒക്കെ കപ്പാസിറ്റിയെക്കാട്ടിലും വളരെ വലുതല്ലേ. കറക്റ്റ്. സോ 21 ദിവസത്തിനുള്ളിൽ ഈ ഒറ്റ ഇരിപ്പിൽ അങ്ങ് വായിക്കുകയാണ്. ഒരു ദിവസം എത്ര മണിക്കൂർ വരെ വായിച്ചു? എനിക്ക് തോന്നുന്നു അവസാനത്തെ 2 ദിവസം, ബിക്കോസ് ഞാനും വേറെ എൻ്റെ ഒരു അങ്കിളായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ചെയ്തത്. അപ്പം ഞാൻ അഹെഡായിരുന്നു. പക്ഷേ വീക്കെൻഡ്സ് വരുമ്പോഴത്തേക്കും ചർച്ചിന് തിരക്കാരൻ വായിക്കാൻ പറ്റില്ല. അപ്പം അങ്കിൾ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കഴിയണം. അപ്പോഴത്തേക്കും ഫുഡിനോട് വിശപ്പം വന്നു. 21 ആയപ്പോഴത്തേക്കും വിഷമം. ഞാൻ പറഞ്ഞു എന്ത് വന്നാലും 21 ഞാൻ തീർക്കും. എനിക്ക് ലാസ്റ്റ് 2 days ഞാൻ മൊത്തം ഇരുന്ന് ഐ തിങ്ക് അബൌട്ട് 7-8 hours വെച്ച് 2 ദിവസം വായിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ് മൊത്തം തീർത്തു 2 ദിവസം കൊണ്ട്. 2 ദിവസം കൊണ്ട് ന്യൂ ടെസ്റ്റമെന്റ് തീർത്തു. 2 ദിവസം കൊണ്ട് ന്യൂ ടെസ്റ്റമെന്റ് തീർത്തു. അങ്ങനെ വരുമ്പോൾ ഏകദേശം 20 ദിവസങ്ങളെ 19 ദിവസം കൊണ്ട് ഓൾഡ് ടെസ്റ്റമെന്റ് തീർത്തു. 19 ദിവസം കൊണ്ട് ഓൾഡ് ടെസ്റ്റമെന്റ് തീർത്തു. 2 ദിവസം വളരെ ഫാസ്റ്റായിട്ട് പോയി. 2 ദിവസം കൊണ്ട് ന്യൂ ടെസ്റ്റമെന്റ് മുഴുവൻ തീർത്തു. 21 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർത്തു. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ബൈബിൾ വായനയിൽ വിപ്ലവം എന്ന് പറഞ്ഞിരുന്നു. അതിനേക്കാളും വലിയ വിപ്ലവമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 21 ദിവസത്തിനുള്ളിൽ ബൈബിൾ മുഴുവൻ വായിച്ചു തീർത്തു. എൻ്റെ ബോഡി ഒരിക്കലും സമ്മതിക്കത്തില്ല. എനിക്കറിയാം എൻ്റെ ബോഡിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ദൈവം പഠിപ്പിക്കുന്നത്. ബിക്കോസ് ഇഫ് ദ സ്പിരിറ്റ് ക്യാൻ ലീഡ് യുവർ ബോഡി, എനിക്ക് എൻ്റെ മൈൻഡോട് ഒരിക്കലും ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല. എന്നോട് ദൈവം പറയാം, ബ്രേക്ക് ദ പവർ ഓഫ് യുവർ ബോഡി ഓവർ യുവർ സ്പിരിറ്റ്. അതാ എൻ്റെ ശരിക്കും എല്ലാത്തിൻ്റെ തീം അതാ. സ്പിരിറ്റ് ഇസ് വില്ലിങ്, ഓൾവേസ് സ്പിരിറ്റ് ഇസ് വില്ലിങ്. എൻ്റെ മൈൻഡ്, വിൽ, ഇമോഷൻസും എൻ്റെ ബോഡിയുടെ ഇൻഫ്ലുവൻസ് പൊട്ടിക്കാൻ വേണ്ടിയാണ് എന്നോട് ദൈവം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ തലമുറയിലുള്ളവർ പുതിയ തലമുറയിലുള്ള ശുശ്രൂഷകന്മാരെ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല യങ്ങായിട്ടുള്ള എല്ലാ മിനിസ്റ്റേഴ്സും ശ്രദ്ധിക്കുക. ഈ ഒരു പാറ്റേണിലാണ് കർത്താവ് പരിശുദ്ധാത്മാവ് പുതിയ തലമുറയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണമെന്ന് പറയുന്നത് അവരിലൂടെ വരാൻ പോകുന്ന റിസൾട്ടുകൾ അസാധാരണമായിരിക്കും. അൺയൂഷ്വലായിട്ടുള്ള റിസൾട്ടുകളായിരിക്കും വരുന്ന ഡെക്കേഡുകളിൽ ഈ പ്രിയപ്പെട്ട ദൈവദാസന്മാരിലൂടെ പുറപ്പെടുവാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ എൻകൗണ്ടറിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. എൻകൗണ്ടറിന് മുൻപ് ഫാസ്റ്റിങ്ങിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രൈസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ബൈബിൾ റീഡിങ് ഒരു കാഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ എൻകൗണ്ടറിന് ശേഷം ഇവിടെ എല്ലാം മാറ്റം ഉണ്ടായി. ഇനി എൻകൗണ്ടറിലുണ്ടായ ആ മാറ്റങ്ങളിലുണ്ടായ വേറൊരു വലിയ മേഖലയാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന, അന്യഭാഷയിൽ സംസാരിക്കുക. അതിനു മുന്നമേ അന്യഭാഷയിൽ സംസാരിക്കും, പക്ഷേ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്നാൽ എൻകൗണ്ടറിന് ശേഷം അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. 8 മണിക്കൂറൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഐ തിങ്ക് അഗൈൻ അവിടെയും ബോഡി മൈൻഡ് സമ്മതിക്കത്തില്ല. ഈ സംസാരിച്ചിട്ട് എന്തോ കാര്യം. മൈൻഡിനകത്ത് വ്യത്യസ്ത ചിന്തകൾ അപ്പോൾ കടന്നു പോകും. ഐ തിങ്ക് എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ബ്രേക്കിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മൈൻഡ് ആൻഡ് ദ ബോഡി. ബിക്കോസ് അന്യഭാഷ സംസാരിക്കുന്നതാണ് നമ്മുടെ ബോഡിയും മൈൻഡും ഒരു ഫൈറ്റാണ്. ഈ ഫൈറ്റ് ജയിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നാച്ചുറലായിട്ട് ഇത് നാച്ചുറൽ ആകുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതെ. ബിക്കോസ് ഐ ബിലീവ് ഇൻ ദ പവർ ഓഫ് ഗ്രേസ്. അപ്പോൾ ഇത് പഠിച്ചു വരെ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ടെന്ന്. പക്ഷെ ഗ്രേസ് എനേബിൾസ് യു ടു ഡു മോർ. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് മിസ്സാണ്. പ്രാർത്ഥന വേണ്ട എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കാതെ തന്നെ കർത്താവ് നമ്മളെ ബ്ലസ് ചെയ്യും. പക്ഷേ ഗ്രേസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും. അതൊരു അതിൻ്റെ ഒരു ട്വിസ്റ്റാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതെ. അവിടെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മെസ്സേജ്. അപ്പോൾ അവിടെയാണ് ഈ ടങ്സിൽ വരുന്ന ടങ്സിൽ സംസാരിക്കുന്നതും വർദ്ധിക്കുന്നത്. ടങ്സ് സംസാരിക്കുന്നത് ഐ തിങ്ക് ലൈഫ് ഫുള്ളി എൻകൗണ്ടറിങ് മാറും. ഐ തിങ്ക് ഒറ്റ പോയിന്റ് ഐ വാണ്ട് ടു സേ, എവരിബഡി വാണ്ട്സ് എൻ എൻകൗണ്ടർ, ബട്ട് എൻകൗണ്ടർ കംസ് വിത്ത് എ ഹെവി പ്രൈസ്. അത് ആർക്കും അറിയണ്ട. ഞാൻ ഒറ്റ ഒരു സ്റ്റോറി ഞാൻ കാർ വെച്ച് പറഞ്ഞ എൻകൗണ്ടർ വെച്ചിട്ടുണ്ട്. ദൈവാത്മ പറഞ്ഞൊരു കാര്യം, അന്ന് വേൾഡ് കപ്പ് നടക്കുക. ഐ ആം എ ഫുട്ബോൾ ഫാൻ. ഞാൻ വേൾഡ് കപ്പ് ഒരു ഗെയിം പോലും മിസ് ചെയ്തില്ല. ഞാൻ TV സബ്സ്ക്രിപ്ഷൻ എടുത്ത് മൊത്തം ഫുട്ബോൾ കാണാൻ വേണ്ടി റെഡി ആയിട്ട് വെക്കുക. ഒറ്റ വാക്ക് ദൈവം, ഈ വർഷം നീ ഫുട്ബോൾ കാണണ്ട, നീ ഫാസ്റ്റ് കാണുവാണെങ്കിൽ ഗ്രൂപ്പായിട്ട് എല്ലാവരും കാണുമ്പോൾ ഒരുമിച്ച് ഇത് വേണമെന്ന് കണ്ടു. തന്നെ ഒരു ഗെയിം കാണാൻ പാടില്ല, ഫാസ്റ്റ്. ഇത് ആരുടെയും പറഞ്ഞ ആരും കേൾക്കത്തില്ല. പരിശുദ്ധാത്മാവ് തന്നെയാണ് പാസ്റ്റർ ജോഷുവായിട്ട് ഇടപെടുന്നത്. 20 വർഷങ്ങളോ അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് മുന്നേ, 25 30 വർഷങ്ങൾക്ക് മുന്നമേ പരിശുദ്ധാത്മാവ് എന്നോടും പറഞ്ഞു. അന്ന് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് പറഞ്ഞു, നീ കാണണ്ട എന്ന് എന്നോട് പറഞ്ഞു.
പരിശുദ്ധാത്മാവ് ഈ തലമുറയോട് സംസാരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫുട്ബോൾ കാണുക എന്നുള്ളത്. അത് കാണണ്ട എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. റീസൺ ഇല്ല. Reason ഇല്ല. സിറ്റ് വിത്ത് മീ. സിറ്റ് വിത്ത് മീ. ഒന്നുമില്ല, എക്സ്പ്ലനേഷനിൽ ഒന്നുമില്ല. എനിക്കറിയാം ഗോഡ് ഈസ് ഡ്രോയിങ് അസ് ഇൻ ടു ഡീപ്പർ ലെവൽസ് ഓഫ് ഇൻറ്റിമസി ആൻഡ് ട്രസ്റ്റ്. നാളെ കിങ്ഡത്തിൻ്റെ വലിയ കാര്യങ്ങൾ നമുക്ക് തരണമെങ്കിൽ ക്യാൻ ഹി ട്രസ്റ്റ് us with small things? Amen. It's hard. ഞാൻ ഒരിക്കലും പറയത്തില്ല എൻകൗണ്ടർ എല്ലാവർക്കും വേണം, പക്ഷേ എൻകൗണ്ടർ ഇസ് വൺ മൂമെന്റ്. ക്യാരിങ് ദി എൻകൗണ്ടർ ഇസ് ഹാർഡ്. സസ്റ്റെയിനിങ് വാട്ട് യു റിസീവ്ഡ് ഇസ്, അവിടെയാണ് നമ്മുടെ സബ്മിഷൻ, ഒബീഡിയൻസ്. ഞാൻ ഒബീഡിയൻസ് ഒക്കെ ഇച്ചിരി ഹാർഡായിരുന്നു. എൻകൗണ്ടർ കഴിഞ്ഞപ്പോൾ ഇറ്റ് ബിക്കെയിം ലിറ്റിൽ മോർ ഈസി. നീ എന്ത് പറഞ്ഞാലും ചെയ്യാം, സമയം കളയാനില്ല. ടൈം കളയാനില്ല. ടൈമിനെ പരമാവധി ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഉപയോഗിക്കുക. അവിടെ ടങ്സിലുള്ള പ്രാർത്ഥന ചില സന്ദർഭങ്ങളിൽ ചേർച്ചിൽ നിങ്ങൾ